ഫ്രണ്ട്സ്, PC ഹിൻസ് ആൻഡ് ടോപ്പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പോകുന്നത് 10ാം തലം പ്രാഥമിക പരീക്ഷയ്ക്കുള്ള ചില ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. അപ്പോൾ നിങ്ങൾ അതിനായിട്ട് തയ്യാറെടുക്കുന്ന വ്യക്തികളാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ഫുള്ളായിരുന്ന് കാണുക. നല്ല നല്ല ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണെന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഏതാണ്? AP, ആന്ധ്രാപ്രദേശാണ്. ഓപ്ഷൻ C ആണ് ആൻസറായിട്ട് വരുന്നത്. അടുത്തത്, മലയാള സിനിമയുടെ വികസനം ലക്ഷ്യമിട്ട് 1998 രൂപവൽകൃതമായ സ്ഥാപനം ഏതാണെന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. B ആണ് ആൻസർ, ചലച്ചിത്ര അക്കാദമി. അടുത്തത്, മൂന്നാമത്തെ, ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാണ്? മൂന്നാമത്തത് A ആണ്, ബോംബെയാണ്. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ, അജന്ത ശരത് കമൽ ഏത് കായിക രംഗവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? C ആണ് ആൻസർ, ടേബിൾ ടെന്നീസ്. അജന്ത ശരത് കമൽ ഏത് കായിക രംഗവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ടേബിൾ ടെന്നീസ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊന്നും ചെയ്യാൻ മറക്കരുത്. നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. അല്പം ആഹാരം എടുത്ത് അതിൽ 5-6 തുള്ളി നൈട്രിക് ആസിഡ് ഒഴിച്ച് ചൂടാക്കുമ്പോൾ മഞ്ഞ നിറം ലഭിച്ചാൽ ഏത് പോഷകത്തിൻ്റെ സാന്നിധ്യമാണ് സൂചിപ്പിക്കുന്നതാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ C ആണ് ആൻസർ, മാംസ്യം. നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. 73ാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത പട്ടിക ഏതാണെന്നുള്ളതാണ് ആറാമത്തെ ക്വസ്റ്റ്യൻ. B ആണ് ആൻസർ, 11ാം പട്ടിക. അടുത്തത്, ചേരുംപടി ചേർക്കലാണ്. പട്ടിക 1 തന്ന് പട്ടിക 2 പോഷക നദിയും തന്നിട്ടുണ്ട്, അതിൻ്റെ പ്രധാന നദിയും തന്നിട്ടുണ്ട്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ A ആണ് ആൻസർ. A ഏതാണെന്ന് നോക്കാം. A 1 C, 2 B, 3 A, 4 D. അടുത്തത്, എട്ടാമത്തെ, വാസസ്ഥലത്തിനായിട്ട് മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നുള്ളതാണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ. B ആണ് ആൻസർ, എപ്പിഫൈറ്റുകളാണ്. ഓപ്ഷൻ B ആണ് എപ്പിഫൈറ്റുകൾ. എട്ടാമത്തെ കഴിഞ്ഞു. ഇനി 9ാമത്തെ, പ്രഥമ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടന്ന വർഷം ഏതാണെന്നാണ്. ഓപ്ഷൻ B ആണ് ആൻസർ, 2018. പ്രഥമ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടന്ന വർഷം ഏതാണ്? ഓപ്ഷൻ B 2018 ആണ്. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് നിലവിൽ വന്ന വർഷം ഏതെന്നുള്ളതാണ് 10ാമത്തെ ക്വസ്റ്റ്യൻ. 10ാമത്തെ A ആണ്, 2005 ആണ്. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. പ്രഥമ എഴുത്തച്ഛൻ മലയാള സാഹിത്യ സ്മൃതി പുരസ്കാരം നേടിയത് ആരാണെന്നുള്ളതാണ് ചോദ്യം. 11ാമത്തെ ചോദ്യം A ആണ് ആൻസർ, K ജയകുമാർ ആണ്. അടുത്തത്, ചുവടെ പറയുന്നവയിൽ ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാവുന്നവ ഏതെല്ലാം എന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ C ആണ്, 1, 2, 3 ആണ്. ഏതാണ് 1, 2, 3? ഒന്ന് ആഹാര രീതിയിലെ മാറ്റങ്ങൾ. അടുത്ത, വ്യായാമമില്ലായ്മ 1, 2. പിന്നെ ഏതാണ് 3 ഏതാണ്? മാനസിക സമ്മർദ്ദവും കൂടിയിട്ടാണ് ചുവടെ പറയുന്നവയിൽ അപ്പോൾ 13ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ശിലകളുടെ രൂപവൽക്കരണം സംബന്ധിച്ച് പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. A ആണ് ആൻസർ, പെട്രോളജി. അടുത്തത്, പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ 2 അറകളാണ് എന്ന് പറഞ്ഞ സാഹിത്യകാരൻ ആരാണെന്നുള്ളതാണ്. 14ാമത്തെ B ആണ്, രവീന്ദ്രനാഥ ടാഗോർ. അടുത്തത്, ലോക മാനസികാരോഗ്യ ദിനം അല്ലെങ്കിൽ വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ എന്നാണെന്നുള്ളതാണ് 15ാമത്തെ ക്വസ്റ്റ്യൻ. 15ാമത്തെ ആൻസർ ആയിട്ട് വരുന്നത് A ആണ്, ഒക്ടോബർ 10. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. കൊച്ചി മെട്രോയുടെ ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്ത വർഷം ഏതാണെന്നുള്ളതാണ് 16ാമത്തെ ക്വസ്റ്റ്യൻ. A ആണ്, 2017 ജൂണിലാണ്. അടുത്തത് 17ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്ത്യ ബംഗ്ലാദേശ് സൗഹൃദത്തിൻ്റെ പ്രതീകമായി കണക്കാക്കുന്ന പാലം ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ A ആണ്, മൈത്രി സേതു. അടുത്തത് 18ാമത്തെ, താഴെ പറയുന്നവയിൽ ആന്റിസെപ്റ്റിക്കിന് ഉദാഹരണം ഏത്? C അയഡിൻ ആണ്. അടുത്തത്, വെട്ടത്ത് സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, C ആണ്, കഥകളി. അടുത്തത് 20ാമത്തെ, രക്ഷാസേനയെ വിന്യസിപ്പിക്കുക, ക്യാമ്പുകൾ ആരംഭിക്കുക തുടങ്ങി എല്ലാവിധ നടപടിക്രമങ്ങളും പൂർത്തീകരിക്കേണ്ട മഴ മുന്നറിയിപ്പിലെ സന്ദേശം ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ A ഗ്രീൻ അലേർട്ട്.
ബി യെല്ലോ അലേർട്ട്, ഓപ്ഷൻ സി ഓറഞ്ച് അലേർട്ട്, ഓപ്ഷൻ ഡി റെഡ് അലേർട്ട്. നമുക്ക് എത്ര അലേർട്ടുകളാണ് നമുക്ക് ഓപ്ഷൻസ് ആയി തന്നിരിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ്, റെഡ് അലേർട്ട് ആണ്. അടുത്ത 21ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. താഴെ പറയുന്നവയിൽ ശരിയായിട്ടുള്ള ബന്ധം ഏതാണെന്നുള്ളതാണ്. നമുക്കത് വായിക്കാം. ഓപ്ഷൻ ചമ്പാരൻ സത്യാഗ്രഹം ബീഹാർ, ഖേഡ സത്യാഗ്രഹം മഹാരാഷ്ട്ര, അഹമ്മദാബാദ് മിൽ സമരം ഗുജറാത്ത്. ഇത്രയും ഓപ്ഷൻസ് നമുക്ക് തന്നിരിക്കുന്നത്. 21ാമത്തെ സി ആണ് ആൻസർ. 1ഉം 3ഉമാണ്. താഴെ പറയുന്നവയിൽ ശരിയായിട്ടുള്ള ബന്ധം ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 1ഉം 3ഉമാണ്. ചമ്പാരൻ സത്യാഗ്രഹം ബീഹാർ, അഹമ്മദാബാദ് മിൽ സമരം ഗുജറാത്ത്. അടുത്തത് 22ാമത്തെ ഇന്ത്യയിലെ പീഠഭൂമികളിൽ വലുപ്പം കൂടിയത് ഏതാണെന്നുള്ളതാണ് 22ാമത്തെ ക്വസ്റ്റ്യൻ. സി ആണ്, ഡക്കാൻ പീഠഭൂമി. അടുത്തത് 23ാമത്തെ അഗ്നിപർവ്വതജന്യ ശിലകൾ എന്നറിയപ്പെടുന്നത് ഏതാണെന്നുള്ളതാണ്. സി ആണ്, ആഗ്നേയശിലകളാണ്. അടുത്ത 24ാമത്തെ MS ഗിൽ താഴെ പറയുന്നവയിൽ ഏത് പ്രധാന പദവി വഹിച്ച വ്യക്തിയാണ്? ഓപ്ഷൻ എ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, ഓപ്ഷൻ ബി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഓപ്ഷൻ സി അഡ്വക്കേറ്റ് ജനറൽ, ഓപ്ഷൻ ഡി വിവരാവകാശ കമ്മീഷണർ. നമുക്ക് 4 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ എ ആണ്, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. MS ഗിൽ താഴെ പറഞ്ഞവയിൽ ഏത് പ്രധാന പദവി വഹിച്ച വ്യക്തിയാണ്? മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. അടുത്ത 25ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അടുത്ത 25ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. കുഞ്ഞാലി 4-ാമനെതിരെയുള്ള പോരാട്ടത്തിൽ ഘട്ടത്തിൽ സാമൂതിരിയെ സഹായിച്ച പോർച്ചുഗീസ് നാവിക സൈന്യാധിപൻ ആരാണെന്നുള്ളതാണ് 25ാമത്തെ ക്വസ്റ്റ്യൻ. 25ാമത്തെ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ആന്ദ്രേ ഫൂട്ടോട്ടോവാണ്. അടുത്ത 26ാമത്തെ ശരീരത്തിലെ കാൽസ്യം ആഗിരത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണെന്നുള്ളതാണ് 26 ബി ആണ് ആൻസർ. ജീവകം ഡി ആണ്. അടുത്ത 27 ശരീരത്തെ അണുബാധയിൽ നിന്ന് രക്ഷിക്കുന്ന രോഗപ്രതിരോധ ശേഷി ആരോഗ്യകരമായ ടിഷ്യൂകളെ ആക്രമിക്കുന്ന സ്വയം രോഗപ്രതിരോധ രോഗം ഏതാണെന്നുള്ളതാണ്. ബി ആണ് ആൻസർ. റൊമറ്റോയിഡ് ആർത്രൈറ്റിസ്. അടുത്തത് 28ാമത്തെ ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് നിരത്തിലിറക്കിയത് എവിടെ എന്നുള്ളതാണ്. 28ാമത്തെ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഡൽഹി. അടുത്ത 29 ഭരണഘടനയിൽ വരുത്തിയ ആദ്യത്തെ ഭേദഗതിയുടെ നിയമസാധുത ചോദ്യം ചെയ്തുകൊണ്ടുള്ള കേസ് ഏതായിരുന്നു എന്നുള്ളതാണ്. 29ാമത്തെ ബി ആണ് ആൻസർ. ഏതാണ്? ശങ്കരി പ്രസാദ് കേസാണ്. 30ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. കൃഷ്ണപുരം കൊട്ടാരവുമായി ബന്ധപ്പെട്ട ഗജേന്ദ്ര മോക്ഷം ഏതാണെന്നുള്ളതാണ് 30ാമത്തെ ക്വസ്റ്റ്യൻ. 30ാമത്തെ ആൻസർ സി ആണ്, ചുമർ ചിത്രം. അടുത്തത് 31 ക്രയോലൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണെന്നുള്ളതാണ് 31ാമത്തെ ക്വസ്റ്റ്യൻ. ഡി ആണ് ആൻസർ. അലുമിനിയം. ക്രയോലൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? അലുമിനിയത്തിന്റെയാണ് ക്രയോലൈറ്റ്. അടുത്ത 32ാമത്തെ സ്വയം ഉഴുതുമറിക്കൽ പ്രക്രിയയ്ക്ക് വിധേയമാകുന്ന ഇന്ത്യയിലെ മണ്ണിനം ഏതാണെന്നുള്ളതാണ് 32. ഡി ആണ്, കറുത്ത മണ്ണ്. അടുത്തത് 33ാമത്തെ ശുചീന്ദ്രം ഉടമ്പടിയുടെ വർഷം ഏതാണെന്നുള്ളതാണ്. ഡി ആണ്, 1762. 34ാമത്തെ ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനം ഏതാണെന്നുള്ളതാണ് 34ാമത്തെ സി ആണ് ആൻസർ. കമ്മ്യൂണിറ്റി റിസർവുകൾ. അടുത്തത് 35ാമത്തെ താഴെ പറയുന്നവയിൽ ഏറ്റവും കുറവ് അയോണീകരണ എൻതാൽപ്പി ഏത് മൂലകത്തിനാണെന്നുള്ളതാണ് 35ാമത്തെ ക്വസ്റ്റ്യൻ. എ ആണ്, സോഡിയം. അടുത്തത് 36ാമത്തെ താഴെ തന്നിരിക്കുന്ന ധനകാര്യ കമ്മീഷൻ ചെയർമാൻമാരെ പ്രവർത്തന കാലയളവിനനുസരിച്ച് ക്രമീകരിക്കാനാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ 36ാമത്തെ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 1, 2, 3, 4. അടുത്തത് 37 ദ സ്റ്റോറി ടെല്ലർ എന്ന ഇന്ത്യൻ പെയിന്റിംഗ് ആരുടെ സൃഷ്ടിയാണെന്നുള്ളതാണ് 37ാമത്തെ ക്വസ്റ്റ്യൻ. ബി ആണ്, അമൃത ഷെർഗിൽ. അടുത്തത് നാഷണൽ മാരിടൈം ഹെറിറ്റേജ് മ്യൂസിയം എവിടെയാണെന്നുള്ളതാണ് 38. ബി ആണ് ആൻസർ. ലോത്തൽ. അടുത്ത 39 രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടാതെ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണെന്നുള്ളതാണ്. ബി ആണ്, ഇൻസുലിൻ. 40ാമത്തെ പ്രജാ ദർബാർ ഏത് സംസ്ഥാനത്തെ ജനസമ്പർക്ക പരിപാടിയാണ്? 40ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ തെലങ്കാനയിലെയാണ്.
അടുത്ത 41 കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം എവിടെയെന്നാണ്? കാസർഗോഡ്. അടുത്ത 42 പഹാരിയ കലാപം നടന്ന പ്രദേശം ഏതാണെന്നുള്ളതാണ്? 42 സി ആണ്, ജാർഖണ്ഡാണ്. 43 ഓവർലാപ്പോട് കൂടിയ ആകാശ ചിത്രങ്ങളിൽ നിന്ന് ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്നുള്ളതാണ്? 43 ബി ആണ്, സ്റ്റീരിയോസ്കോപ്പാണ്. അടുത്ത 44 ശക്തി, അനഘ, വിജയ് എന്നിവ ഏതിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ്? ശക്തി, അനഘ, വിജയ് ഏതിൻ്റെയാണ്? ഡി ആണ്, തക്കാളിയുടെയാണ്. അടുത്തത് 45 ബംഗാളിലെ നീലം കർഷക കലാപം നടന്ന വർഷം ഏതാണെന്നുള്ളതാണ്? 45 എ ആണ്, 1859 1859. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. താഴെ പറയുന്നവയിൽ 1857 കലാപത്തിൻ്റെ കാരണങ്ങൾ ഏവ എന്നുള്ളതാണ്. 46 സി ആണ് ആൻസർ. ഇവയെല്ലാം ഏതെല്ലാം? കർഷകരുടെ ദുരിതങ്ങൾ, ശിപ്പായിമാരുടെ ദുരിതങ്ങൾ, രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ, കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം. ഇത്രയും നമുക്ക് ഓപ്ഷൻസാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ഇവയെല്ലാം. അടുത്തത് 47 താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതാണെന്നാണ്? 47 ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. എല്ലാം ശരിയാണ്. അടുത്തത് അന്തരീക്ഷ വായുവിൽ കൂടുതലുള്ള രണ്ടാമത്തെ നിഷ്ക്രിയ വാതകം ഏത് എന്നുള്ളതാണ്? 48 ബി ആണ് ആൻസർ, നിയോൺ ആണ്. അടുത്ത 49 ബാസ്ബോൾ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട പദമാണ്? ബാസ്ബോൾ. 49 എ ആണ്, ക്രിക്കറ്റ് ആണ്. അടുത്തത് 50 പ്രൊജക്ട് എലിഫന്റ് പദ്ധതി നിലവിൽ വന്ന വർഷം ഏതാണെന്നുള്ളതാണ്? എ ആണ് ആൻസർ, 1992 പ്രൊജക്ട് എലിഫന്റ് പദ്ധതി. അടുത്തത് 51 ക്വസ്റ്റ്യൻ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച പ്രളയ് എന്താണെന്നുള്ളതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച പ്രളയം എന്താണെന്നുള്ളതാണ് 51 ക്വസ്റ്റ്യൻ. ഡി ആണ് ആൻസർ, മിസൈലാണ്. അടുത്ത 52 ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ആശുപത്രി പ്രവർത്തനം തുടങ്ങിയത് ഇന്ത്യയിൽ എവിടെയാണെന്നുള്ളതാണ് 52 ക്വസ്റ്റ്യൻ. സി ആണ് ആൻസർ, ഹരിയാന. അടുത്ത 53 നെല്ലിക്കയിലെ ആസിഡ് ഏതാണെന്നുള്ളതാണ്? ബി ആണ് ആൻസർ, അസ്കോർബിക് ആസിഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അതുമാത്രം ചെയ്താൽ പോരാ, തൊട്ടടുത്ത് നിന്ന് ബെല്ലൈക്കൻ ബട്ടൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോയിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാകുക. താങ്ക്